സംരക്ഷിത വനങ്ങൾക്ക് ചുറ്റുമുള്ള 1 കിലോമീറ്റർ പ്രദേശം ബഫർ സോണായി നിലനിർത്തണമെന്ന വിധിയിൽ വ്യക്തത തേടി കേന്ദ്ര സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കേന്ദ്രം നൽകിയ ഹർജിയെ പിന്തുണച്ച് കേരളം സുപ്രീം കോടതിയിൽ ഇടപെടൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഗീസ് പീറ്റർ ചേരുന്നു. ഗീസ്, എന്തൊക്കെ വിഷയങ്ങളാണ് ഇന്നത്തെ ഈ കോടതിയിൽ കേന്ദ്ര സർക്കാർ സമർപ്പിക്കുന്ന ഈ ഹർജിയിൽ പറയുന്നത്? അതുപോലെ തന്നെ കേന്ദ്രം നൽകിയ ഹർജിയെ പിന്തുണച്ച് കേരളവും സുപ്രീം കോടതിയിൽ ഒരു ഇടപെടൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കമലേഷ്, തീർച്ചയായിട്ടും നേരത്തെ സുപ്രീം കോടതി ബഫർ സോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി പ്രസ്താവിച്ചിരുന്നു. നേരത്തെ ഉത്തരവനുസരിച്ച് സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് സംരക്ഷിത മേഖലയിൽ നിന്നും 1 കിലോമീറ്റർ പരിധിയിൽ ബഫർ സോൺ നിജപ്പെടുത്തണം എന്നൊരു ഉത്തരവാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ ഉത്തരവിൽ വ്യക്തത തേടിക്കൊണ്ടും ഭേദഗതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമായും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാപനങ്ങളിൽ ഉൾപ്പെടുന്ന മേഖലകൾ ഈ ഉത്തരവിലൂടെ അല്ലെങ്കിൽ ബഫർ സോണിൽ നിന്ന് പരിധിയിൽ നിന്നും ഒഴിവാക്കണം, ഈ സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഒഴിവാക്കണം എന്നൊരു ആവശ്യം കൂടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമലേഷ് സൂചിപ്പിച്ചതുപോലെ ഈ കേന്ദ്ര സർക്കാരിനൊപ്പം തന്നെ ചേർന്നുകൊണ്ട് കക്ഷി ചേരുവാനായിട്ട് സംസ്ഥാന സർക്കാരും തയ്യാറെടുക്കുകയാണ്. ഇന്ന് ഉപഗ്രഹ സർവേ സമർപ്പിക്കുവാനാണ് നേരത്തെ സംസ്ഥാനങ്ങളോട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുവാനായിട്ട് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇന്ന് കേരളത്തിലെ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ സർക്കാരുമായി ചേർന്നുകൊണ്ട് സർക്കാരിനോടൊപ്പം തന്നെ കക്ഷി ചേരുവാനും കേരളം ആഗ്രഹിക്കുന്നുണ്ട്. പ്രധാനമായും നേരത്തെ തന്നെ കേരളം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഈ വിധിയിൽ ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് സുപ്രീം കോടതിയുടെ വിധി. കാരണം 1 കിലോമീറ്റർ ചുറ്റളവ് ബഫർ സോണായി നിജപ്പെടുത്തുമ്പോൾ അത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്, ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്നുണ്ട് എന്നതും കേരളം ഇന്നലെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരിക്കും സർക്കാരിനോടൊപ്പം തന്നെ സംസ്ഥാനവും കക്ഷി ചേരുവാനായിട്ട് എടുക്കുക. അതോടൊപ്പം വയനാട്, ഇടുക്കി ജില്ലയിലെ കുമളി, മൂന്നാർ, നെയ്യാർ, പാലക്കാട്, റാന്നി തുടങ്ങിയ മേഖലകളിലെ ജനവാസങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നുവെന്ന് സുപ്രീം കോടതിയെ കേരളം അറിയിച്ചിട്ടുള്ളത്. ഫയൽ ചെയ്ത് അപേക്ഷയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ജനവാസ കേന്ദ്രങ്ങൾ, സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഇളവ് നൽകണമെന്നും ഈ ബഫർ സോൺ പരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവർക്ക് ഇളവ് നൽകണമെന്നും സംസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഏറെ നിർണായകമായ ഒരു വിധി അല്ലെങ്കിൽ ഏറെ നിർണായകമായ ഒരു ഉത്തരവ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം കേരളത്തിന് ഏറെ നിർണായകമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം ഈ ഭാഗത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നിരവധി ഫോറസ്റ്റ് ഓഫീസുകൾ അടക്കമുള്ള കെട്ടിടങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളും ഈ ഒരു പരിധിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഏറെ നിർണായകമായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ ഈ വിധി എന്നാണ് മനസ്സിലാക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് BR ഗവായിയാണ് ഈ വിധി അല്ലെങ്കിൽ ഇതിൽ ഉത്തരവ് പ്രസ്താവിക്കുക. ഇതിൽ ഈ സംരക്ഷിത വനങ്ങൾക്ക് ചുറ്റുമുള്ള 1 കിലോമീറ്റർ പ്രദേശം ബഫർ സോണായി നിലനിർത്തണമെന്ന് സുപ്രീം കോടതി പറയുമ്പോൾ ഇതിൽ വ്യക്തത തേടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ വ്യക്തത തേടുന്നു എന്നതിനൊപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള ഇളവുകളാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത്? അതുപോലെ തന്നെ കേരളത്തിന്റെ വാദം എന്തായിരിക്കും? കമലേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സുപ്രീം കോടതിയുടെ വിധിയിൽ അല്ലെങ്കിൽ സുപ്രീം കോടതി ഉത്തരവിൽ അതിനകത്തൊരു വ്യക്തത വേണം. അതോടൊപ്പം തന്നെ ഈ ഉത്തരവ് ഭേദഗതി ചെയ്യണം എന്നത് തന്നെയാണ് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്രം അതിൽ എടുത്തു പറയുന്നത് വന്യജീവി സങ്കേതങ്ങൾക്കും ദേശീയ സംരക്ഷിത ഉദ്യാനങ്ങൾക്കും ചുറ്റും 1 കിലോമീറ്റർ ബഫർ സോൺ പരിധി നിശ്ചയിച്ചിരുന്ന സർക്കാർ അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന വാദം. അതേസമയം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ മേഖലകളിൽ നിന്നും വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള അല്ലെങ്കിൽ വനം പരിസ്ഥിതി മന്ത്രാലയം നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന മേഖലകളെ ഈ പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങളിൽ ഉൾപ്പെടുന്ന മേഖലകളെ ബഫർ സോണിൽ നിന്നും മാറ്റണം എന്നൊരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം കേരളത്തിന്റെ ആവശ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ജനവാസ കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, ഈ വനവാസ മേഖലയിൽ ഉള്ള ഇത്രയും കാര്യങ്ങൾ അത് മാറ്റി നിർത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് ഒരാവശ്യമാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വയനാട് ജില്ലയിലെ
പ്രദേശങ്ങളെ എടുത്തു പറയുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ കുമളി, മൂന്നാർ, നെയ്യാർ അങ്ങനെ നിരവധി പ്രദേശങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ കേരളം അപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണ് ഈ അപേക്ഷ ഫയൽ ചെയ്തത്. ഈ അപേക്ഷയിൽ പറയുന്നത് പ്രധാനമായിട്ടും ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്, ജനങ്ങളിൽ ഭീതി പടർത്തുന്നുണ്ട്. തങ്ങളുടെ വാസസ്ഥലമായി ബന്ധപ്പെട്ടുകൊണ്ടും തങ്ങളുടെ സമ്പാദ്യമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു വിധി വരുമ്പോൾ തങ്ങൾ എവിടെ പോകും എന്നൊരു ഭയം അത് ജനങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിധി പുനഃപരിശോധിക്കണം, അതോടൊപ്പം തന്നെ ഭേദഗതി ചെയ്യണം എന്നൊരു ആവശ്യവുമാണ് കേരളവും മുന്നോട്ട് വെക്കുന്നത്. കമലേഷ്, ബഫർ സോൺ വിഷയത്തിൽ കൂടുതൽ വ്യക്തത തേടിക്കൊണ്ടാണ് കേന്ദ്രം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്രത്തിനൊപ്പം തന്നെ കേരളവും സുപ്രീം കോടതിയിൽ ഇടപെടൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നു. ഈ വ്യക്തത ആവശ്യപ്പെടുന്നതിനൊപ്പം തന്നെ ഈ വിഷയങ്ങളിൽ വിവിധ ഇളവുകൾ വേണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. ഗീസ് പീറ്ററാണ് വിശദാംശങ്ങൾ നൽകിയത്.